ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയപ്പത്തിൻ്റെ രുചിക്കൂട്ടുമായി വേൾഡ് ടാലൻറ്റ് റെക്കോർഡ് കരസ്ഥമാക്കിയ വസന്ത സജീവനെ പറ്റിയുള്ള വീഡിയോ ആണ്. എൻ്റെ പേര് വസന്ത. പാപ്പിൻശ്ശേരി വേളാപുരം നരയംകുളം താമസിക്കുന്നതാണ്. പിന്നെ സ്വരലക്ഷ്മി ഫുഡ്സ് എന്ന സ്ഥാപനം നടത്തിക്കൊണ്ടുവന്ന് ഞാൻ ഡെന്റൽ ക്ലിനിക്കിൽ അസിസ്റ്റന്റ് ആയിട്ട് 19 വർഷമായി ജോലിക്ക് ഇതിന്റെ കൂടെ ഒരു സ്റ്റാളാണ് ആദ്യമായിട്ട് പലഹാരം ഉണ്ടാക്കി സ്റ്റാളിൽ വിതരണം ചെയ്തത്. ആ പരിപാടിയിൽ എല്ലാവർക്കും ഉണ്ണിയപ്പം കൂടുതൽ ഇഷ്ടമായി. ഷിറാസ് സാറ് ആണ് അന്നത്തെ വ്യവസായ GM ആയിരുന്നു. തിരുവനന്തപുരത്തുള്ള സാറിന്റെ അഭിപ്രായ പ്രകാരം ഉണ്ണിയപ്പം കൂടുതൽ വിപുലമായി പാക്ക് ചെയ്ത് എല്ലാ സ്ഥലങ്ങളിലും വിൽപ്പനക്ക് ഷോപ്പിലും എല്ലാം കൊടുക്കാൻ തുടങ്ങി. ഇതിൽ എല്ലാവരും നമ്പർ വാങ്ങി വിളിച്ച് ഓർഡർ തരാൻ തുടങ്ങി. കല്യാണം, വീട്ടുകൂടല്, പഠിക്കുന്ന ഹോസ്റ്റലിലേക്കുന്ന കുട്ടികളെ അങ്ങനെ എല്ലാവരും കൊണ്ടുപോകലുണ്ട്. കണ്ണൂരിലെ മിക്ക ഉദ്ഘാടനങ്ങളിലും, റിപ്പബ്ലിക് പരേഡില്, ഉത്സവത്തിന്റെ ഘോഷയാത്രയിലെല്ലാം വിതരണം ചെയ്യുന്നുണ്ട്. കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ ഉണ്ണിയപ്പം പോകുന്നത്. പിന്നെ കണ്ണൂർ മഹാത്മാ മന്ദിരത്തിലുള്ള പരിപാടികൾ, ഇലയട, കാപ്പി അങ്ങനെ, പിന്നെ പ്രളവൻ, കണ്ണൂരിലെ അധിക സ്ഥലങ്ങളിൽ നിന്ന് ഓർഡർ വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ജോലിക്കും കണ്ണൂരിൽ തന്നെ ആയതുകൊണ്ട് കൂടുതൽ ഓർഡറുകൾ ലഭിക്കുന്നു. ഉറക്കമൊഴിഞ്ഞും പോലും ഉണ്ടാക്കി പല സ്ഥലങ്ങളിൽ ഒരുപാട് അപ്രീസിയേഷനും വായിച്ച എനിക്ക് ഏറ്റവും കൂടുതൽ റെക്കമെൻഡബിൾ ആയിട്ട് വന്ന സ്വരലക്ഷ്മി ഫുഡ്സിന്റെ മിസ് വസന്ത, അതൊരു വസന്തം തന്നെയാണ് കേട്ടാ. നമുക്ക് ഏറെ അഭിമാനത്തോടെ വെൽക്കം ചെയ്യാം മിസ് വസന്ത. ദ തേർഡ് നോമിനേറ്റി ഫോർ ദ റൈസ് ടുഗദർ അവാർഡാണ്, വെരി ക്യൂറേറ്റീവ് അവാർഡാണ്. വസന്ത ഉണ്ണിയപ്പത്തിന്റെ കഥ പറയുന്നതാണ്. ഏപ്രിൽ മാസമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി വിൽപ്പന ചെയ്യല്. വിഷുവിന്റെ 2 ദിവസം മുന്നേ മുതൽ അമ്പളക്ക് വൈകുന്നേരം കൂടുതൽ. വിഷുവിന്റെ തലേ ദിവസം നിന്ന് ചൂടാൻ തുടങ്ങിയ വിഷുവിന്റെ രാവിലെ 5:30 മണി കണി വെക്കുന്നത് വരെയും പിറ്റേ ദിവസം ആൾക്കാർ ബാങ്കിലൊരു 200-250 കിലോ എന്തായാലും ചൂടാറുണ്ട്. ആരെങ്കിലും സഹായത്തിന് കൂട്ടാൻ ഇപ്രാവശ്യം 3 ആളെ കൂട്ടി. കഴിഞ്ഞ മെയ് 10-ാം തീയതി എറണാകുളത്ത് വെച്ച് കിട്ടാറില്ല മദേഴ്സ് ഡേക്ക് ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ 6 പേര് ചേർന്ന് വാട്സപ്പ് കൂട്ടായ്മ ട്രൂത്ത് ഓഫ് മദേഴ്സ് എന്ന ഒരു കൂട്ടായ്മ 500 അമ്മമാരെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിന്. അതില് എൻ്റെ പേരും സെലക്ട് ആയി.